എന്നൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന ഒരു വെറൈറ്റി ഉപ്മാവാണ്. ഉപ്മാവെന്നൊക്കെ വിളിക്കും നമ്മളിതിനെ. വെർമിസെല്ലി കൊണ്ടാണ് ഇന്നത്തെ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ റവ കൊണ്ടല്ലേ, ഇന്നത്തെ നമ്മൾ വെർമിസെല്ലി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളി സാധനം നമുക്ക് റെഡിയാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ നൈറ്റ് ഡിന്നറോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പിള്ളേർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. മസ്റ്റ് ഡൂ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് നല്ലൊരു വിസ്താരമുള്ള ഒരു നല്ല ചെവിട് കട്ടിയുള്ളൊരു പാത്രം വെക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമേ വെർമിസെല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. 1 സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വെർമിസെല്ലിയാണോ അത്ര ഇടുക. അതിനിപ്പം ഇത്രയും കപ്പ് കണക്കുകളൊന്നുമില്ല. നമുക്ക് ഓരോ വീട്ടിലെ പേർക്കും ആവശ്യമുള്ള എത്ര വെർമിസെല്ലി. ഇപ്പം ഞാൻ ഇട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ വേണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. അല്ലാതെ 2 കപ്പിന് ഇത്രയും അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം തന്നെ ക്ലിക്കായ വീഡിയോ ആണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റുള്ളൊരു ഐറ്റമായിരിക്കും ഇതെന്നുള്ളത്. അമ്മാതിരി ടേസ്റ്റ് സ്വന്തമായിട്ട് തോന്നി. അല്ലാതെ ഞാൻ ഒരു റെസിപ്പിയും ഫോളോ ചെയ്ത് ചെയ്യുന്നതല്ല എൻ്റെ ഈ റെസിപ്പി. ഇത് എൻ്റെ സ്വന്തം റെസിപ്പി. അപ്പോഴെനിക്ക് തോന്നിയ ഒരു കോമ്പിനേഷനാണ് ഞാൻ അതിനകത്ത് ചേർത്തേക്കുന്നതെല്ലാം. അതുകൊണ്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. കണ്ടില്ലേ, ഞാൻ കുറേശ്ശെ വീതം ഇട്ടിട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്ര വേണം എന്നുള്ളത് വെച്ചിട്ട് അങ്ങ് ഇടുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തോ. പക്ഷേ ഞാൻ നെയ്യിൽ ചെയ്യുന്നില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ഏതായാലും ഞാൻ വെളിച്ചെണ്ണ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതായിരിക്കും അതിൻ്റെ കറക്റ്റ് വരുന്നത്. നമുക്കിപ്പം ഒത്തിരി അങ്ങ് വറുത്ത് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവും, നന്നായിട്ടൊന്ന് ചൂടായി വരും, ഒന്ന് സ്റ്റിക്കാവും. അത് സംഭവം ഒന്ന് റെഡിയായി വരുന്നത് നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒടിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്ന് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൈ നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് മതി എന്ന് പറഞ്ഞ് കരിഞ്ഞൊന്നും പോവല്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് വെർമിസെല്ലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പായസം തന്നെ ഉണ്ടാക്കാതെ വേറെ എന്തുണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോഴത് ഞാൻ ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുത്തു. എന്നിട്ട് സെയിം ഫ്രൈങ് പാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടുത്തതിനും. അത് മതി. അതിനകത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇഞ്ചി വളരെ കട്ടി കുറച്ച് നീളത്തിലരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഉപ്മാവിന് നമ്മൾ ഇഞ്ചി ചേർക്കുമല്ലോ, ഇഞ്ചി മാത്രം മതി, വെളുത്തുള്ളി ഒന്നും ചേർക്കരുത്, ഇഞ്ചി മാത്രം ചേർക്കാവുള്ളൂ. ഒരു സ്പൂണോളം ഇഞ്ചി ചേർത്തു, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ ഒരു മണവും രുചിയും ആണ് ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ബാക്കി പച്ചക്കറി നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമേ ഞാൻ ഇവിടെ വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒനിയനും ഉണ്ട്, ഒരു വലിയ സവോളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഉള്ളവർക്ക് ഗ്രീൻ പീസ് ചേർക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി ഗ്രീൻ പീസ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ, അല്ലാണ്ട് ഇടല്ല. പിന്നെ ഫ്രോസൺ വെജിറ്റബിൾ പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ഫ്രോസൺ ഉപയോഗിച്ചോ വെജിറ്റബിൾസ്. പിന്നെ ഫ്രഷ് വെജിറ്റബിളാണ് എപ്പോഴും ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഇത് നമ്മളൊന്ന് സോർട്ട് ചെയ്തെടുക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വേവിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ ഇഞ്ചിക്കകത്ത് കിടന്ന് അതൊന്ന് റെഡിയായി ഒന്ന് വന്നേച്ചാൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് വരുന്നത്. അല്ലാതെ വെന്തങ്ങ് ഉടഞ്ഞൊന്നും പോകണ്ട. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇടുന്നുള്ളൂ. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാൻ മറന്നുപോയി. ഈ സമയത്ത് ഞാൻ അരിഞ്ഞങ്ങ് ഇടുവാണ്. ഈ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് വടിയെടുക്കും. ഇതിൻ്റെ കളറൊന്നും പോകരുത്, ഈ വെജിറ്റബിൾസിൻ്റെ ഒന്നിൻ്റെയും കളർ മാറരുത്. അതിന് മുമ്പ് തന്നെ നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ വെർമിസെല്ലി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ക്യാപ്സിക്കം അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ടോണേ. റെഡ് ക്യാപ്സിക്കത്തിന് പ്രത്യേകം, നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കത്തിനും റെഡ് ക്യാപ്സിക്കത്തിനും രണ്ടിനും 2 സ്മെല്ലാണ്, 2 തരത്തിലെ സ്മെല്ലാണ്. റെഡിൻ്റെ സ്മെല്ലാണ് ഏറ്റവും
ഏറ്റവും നല്ല ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് റെഡിൻ്റേത്. അതുകൊണ്ട് അത് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ ഒരു സജഷനാണ് ക്യാപ്സിക്കം കുറച്ചും കൂടെ കൂടുതലിട്ടോളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതലിടാം. ഞാനിപ്പം റെഡ് ഇട്ടിട്ടുണ്ട്, ഇപ്പം ഗ്രീനും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേറെ ഗ്രീൻ ഇട്ടില്ലെങ്കിലും കുറച്ചിട്ടാലും മതി. റെഡ് ഇച്ചിരി വേണമെങ്കിൽ കൂടുതലിട്ടോ കേട്ടോ. എന്തൊരു കളറാന്ന് നോക്കിക്കേ, ആ റെഡ് ക്യാപ്സിക്കത്തിൻ്റേതും റെഡും ആ ക്യാരറ്റിൻ്റെ കളറും മറ്റേ നമ്മുടെ ബീൻസിൻ്റേതും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം കിടക്കുന്ന അറിയുന്നുമില്ല. അതിൻ്റെ ഇടയിലുണ്ട് സംഭവം കിടപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ അറിയുന്നില്ല. അപ്പോൾ ഈ റെഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്തോണേ. പിന്നെ ഈ വെജിറ്റബിളിന് വേണ്ടിയ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇത് അങ്ങ് വെന്തൊന്നും ഉടഞ്ഞൊന്നും പോകരുത്. അതങ്ങനെ തന്നെ ആ കളറും എല്ലാം നിൽക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്ര മതി. അപ്പോഴേ നമ്മുടെ വെജിറ്റബിൾസും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ സവോള വഴറ്റിയില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ആദ്യമേ തന്നെ സവോള ആ കൂട്ടത്തിൽ വേണമെങ്കിൽ വഴറ്റി വെക്കാം. പിന്നെ ഞാനത് ചെയ്തില്ല. ഞാൻ ഈ ഒരു ട്രിപ്പിലാണ് ഞാൻ സവോള വഴറ്റുന്നത്. അതിനും ഒരു ശകല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോള വഴറ്റാം. അത് ഒരു വലിയ സവോള, ചെറുതാണെങ്കിൽ 2 എണ്ണ ഇട്ടോ. ഒരു വലിയ സവോള വഴറ്റി നമ്മൾ ചെറിയ നൈസായിട്ട് അരിഞ്ഞിട്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞായിട്ട് വേണമെങ്കിൽ കൊത്തി അരിയണമെങ്കിൽ അരിയാം, നീളത്തിൽ അരിയണമെങ്കിൽ അരിയാം, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോ, അതൊന്നുമില്ല. പിന്നെ നൈസായിരിക്കണം, അത്രമേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കുക, ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളി വഴണ്ട് വരുന്നതും മറ്റേ പച്ചക്കറി വഴണ്ട് വരുന്നതും ചിലപ്പം അത്രയും ഈ ഉള്ളിയുടെ അത്രയും വഴന്ന് വരണ്ട നമ്മുടെ വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഇതിന് അത് ഇടുന്നത്, ഈ ഒരു ട്രിപ്പിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളി നല്ല കറക്റ്റായിട്ട് നമ്മുടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊരു 5 മിനിറ്റോളം നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ ഒന്നും ആകണ്ട. അതിലേക്ക് ഞാൻ വെർമിസെല്ലി, അതായത് നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന വെർമിസെല്ലി ഇട്ട് കൊടുത്തു. ഉണ്ടല്ലോ, ഇനി ഈ കൂട്ടത്തിൽ കിടന്നുകൊണ്ടും കൂടെ ആ ഉള്ളി ഒന്നും ആയി വരും, കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കാനായിട്ട് വെച്ചോണം. കുറച്ച് വെള്ളം മതി, മറ്റേ അത്രയൊന്നും വേണ്ടെങ്കിലും കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് നല്ല തിളച്ച വെള്ളം റെഡിയാക്കിക്കൊള്ളുക ഈ സമയത്ത്. അതായത് പിന്നെ നമുക്കിത് ഓഫാക്കി വെച്ചിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാനുള്ള സമയം വെക്കല്ല. നമ്മൾ തിളപ്പിച്ചിരിക്കണം വെള്ളം. ആ വെള്ളം കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് ആ ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും, കുറേശ്ശെ വീതം ഒഴിക്കാവുള്ളൂ. മറ്റേ റവ പോലെ നമ്മൾ അങ്ങെടുത്ത് ഒഴിക്കരുത്. ഇത് കുറേശ്ശെ വീതം ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക വെള്ളം. ഒറ്റയടിക്ക് അങ്ങ് നമ്മൾ എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. ആദ്യത്തെ കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അടച്ചു വെച്ചു. ഇളക്കിയിട്ട് അപ്പോൾ നമുക്കൊന്നും കൂടെ എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം. കണ്ടില്ലേ, അടിഭാഗമൊക്കെ നല്ലതായിട്ട് വേറൊരു കളറിലേക്ക് വന്നല്ലോ. പിന്നെ മേളിലായി ഇരുന്ന അത്രയും ഭാഗം കൂടെ ഉള്ളൂ. നമുക്കിനി വേകാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒറ്റയടിക്ക് വെള്ളം മുഴുവത്തോടെ അങ്ങ് ഒഴിച്ചാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് പേസ്റ്റ് പോലെയായി പോകും. നമ്മൾ വിചാരിക്കുന്ന ഒരു ടെക്സ്ചർ ഇതിന് വരത്തില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കുക. ഒരു 3 പ്രാവശ്യത്തോളം ഇങ്ങനെ അടച്ചെടുത്ത് ഞാനിങ്ങനെ ഒഴിച്ചു. പിന്നെ അടച്ച് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും. പിന്നെയും കുറച്ച് വീതം ഒഴിച്ചു. അങ്ങനെ കുറേശ്ശെ എടുക്കാവുള്ളൂ, അങ്ങനെ ചെയ്യാവുള്ളൂ. ഒറ്റയടിക്ക് ഒഴിക്കില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ വരത്തില്ലത്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ, അത് കണ്ടില്ലേ കുറേയൊക്കെ വെന്തു. ഒരു 50% വെന്തിട്ടുണ്ട് സംഭവം. ഇനി ബാക്കിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ടിഫിൻ കൊണ്ടുപോകാൻ ബെസ്റ്റ് സാധനമാണ്. പിള്ളേരുടെ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകാൻ ഇനിയും പിള്ളേർ തുടങ്ങുമ്പോഴത്തെ, ഇപ്പോൾ പിള്ളേർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ടിഫിൻ. എന്നാലും ശരി, രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത്. കണ്ടോ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്കിനും കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ട്. വേറൊരു കളറായി. വെർമിസെല്ലി ഒന്ന് വെന്ത് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. അതൊന്ന് വറുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈസിയാണ് അത് ചെയ്യാനായിട്ട്. ഉണ്ടല്ലോ, ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. കുറച്ചും കൂടിയൊക്കെ ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് വേകാനായിട്ടൊക്കെ ഉണ്ട്. ഒന്നെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരട്ടെ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരു അര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 കപ്പും ഒരു 2-3 സ്പൂണും കൂടെ എക്സ്ട്രാ, ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് കുറേശ്ശെ വീതം ഒഴിച്ചൊഴിച്ച് നോക്കുക. കണ്ടില്ലേ, ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലാഞ്ഞല്ലോ. ഇതിന് വേണ്ടി ഇപ്പോൾ വെജിറ്റബിൾ നമ്മൾ വേറെ ചേർത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയ ഉപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളകി. കണ്ടില്ലേ, ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്, സംഭവം വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ആ ഉപ്പൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി ഇട്ട് ഇളക്കി മറിക്കരുത്. ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് പിടിച്ചൊന്ന് കണ്ടു കഴിയുമ്പോൾ അങ്ങ് വിട്ടേക്കണം.
കുറച്ച് കയ്യിലെടുത്ത് നമ്മൾ നോക്കുക വെന്തോന്ന്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് അടച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് തുറന്നതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിലേക്ക് നമ്മൾ എന്തെടുക്കണം, നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ്, കളറൊന്നും പോകാതിരിക്കുന്ന ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി, നോക്കിക്കേ അതിൻ്റെ നടുക്ക് അത് കിടക്കുന്ന കളർ കോമ്പിനേഷൻ നോക്കിക്കേ. ഇതാണ് പിള്ളേരെ ഏറ്റവും കൂടുതൽ വീഴ്ത്തുക. പിള്ളേരല്ല, നമ്മളും വീണ് പോകും കേട്ടോ. ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ വീണ് പോകും ഇതിനകത്ത്. അടിപൊളി, നോക്ക്. നമ്മൾ പുലാവ് ഉണ്ടാക്കിയ പോലും ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഇത് ചെയ്യും തോറും ഇത് ഇങ്ങനെ സക്സസ് ആയി വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അടിപൊളിയായിട്ട് കണ്ടില്ലേ, വേഗം. അത് നല്ല ഒരു ചെവിട് കട്ടിയുള്ള പാത്രമാണ് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അവിടെ ഒന്നും കൂടെ അടച്ച് വെച്ചേക്കാം. പിന്നെ ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ തുറന്ന് നമ്മൾ നോക്കിയപ്പോഴത്തേക്കിന് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചു. പിന്നെ അടച്ച് കൊടുത്തപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും, അതങ്ങ് താഴേക്ക് അവിഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തുറന്ന് വയ്ക്കുക. ഇനിയും കൂടുതലൊന്നും വേകാനില്ല, അപ്പം എക്സ്ട്രാ ആയിട്ടുള്ള ആവി പുറത്ത് പോയിക്കോട്ടെ. അതിനാണ്. ഇനി അതും തുറന്നു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഒന്നേലൊന്ന് തൊടാണ്ട് വീഴുന്നുണ്ട്. കണ്ടോ നല്ലതായിട്ട് സെപ്പറേറ്റായിട്ട് കിടപ്പുണ്ട്. അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സൈഡ് ഡിഷ് സത്യം ഇതിനൊന്നും വേണ്ട, ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ഇനി വേണ്ടിയവർക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു തേങ്ങാ ചട്നി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇതിന് ഏത് ചട്നിയും വേണമെങ്കിലും കൂട്ടാം. പിന്നെ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നല്ല ബീഫ് ഉലർത്തിയതുണ്ടാകും, ഞാനത് കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. മുട്ടക്കറി നല്ലതാണ്, അടിപൊളിയാണ്. അപ്പം അത് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് കറി വെച്ച് കൂട്ടാം. ഇപ്പോഴും ഞാൻ തീയെല്ലാം ഓഫാക്കി. ഇനി അവിടെ കിടക്കട്ടെ, തുറന്ന് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. അതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യുന്നത് കാണിക്കാം. ഉണ്ടല്ലോ ഫൈനൽ പ്രോഡക്റ്റ്. ഞങ്ങൾ കഴിക്കാൻ സമയമായി, ഞാൻ സെർവ് ചെയ്തു. ഉണ്ടല്ലോ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന്. ആരായാലും ഒന്നും കഴിക്കാത്ത പിള്ളേർ പോലും ഇതെടുത്ത് കഴിക്കും, അത് ഉറപ്പാണ്. സംഭവം ഉണ്ടല്ലോ ഒന്നൊന്നേ തൊട്ടിട്ടില്ല, നല്ല കറക്റ്റായിട്ട്. എണ്ണയൊന്നും കൂടിപ്പോവല്ലേ, കുറേശ്ശെ വിധം എണ്ണയൊക്കെ ഒഴിക്കാവുള്ളൂ. ഒത്തിരിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മടുക്കും നമ്മൾ. എണ്ണയുടെ ടേസ്റ്റ് മുന്നോട്ട് വരും. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെറൈറ്റി വെർമിസെല്ലി ഉപ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ പുതിയ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ചെറിയ കുട്ടി പിള്ളേർക്കുമൊക്കെ ആയിട്ടുള്ള എല്ലാം നമുക്കുമൊക്കെ വലിയവർക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനി വീണ്ടും കാണും വരേക്കും. ബൈ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും കാണും വരേക്കും. ടേക്ക് കെയർ. ബൈ. സി യു.